ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എഫേസൂസുകാർക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ചില വചനങ്ങളിലൂടെയാണ് കടന്നു പോവുക. നമുക്കറിയാം, എഫേസൂസ് ജനതയോട് പൗലോസ് സ്ലീഹായ്ക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അവരുടെ ആത്മീയ വളർച്ചയിൽ എപ്പോഴും പൗലോസ് സ്ലീഹ ശ്രദ്ധിച്ചിരുന്നു. പൗലോസ് സ്ലീഹ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. നമുക്കറിയാം, പ്രേക്ഷിത യാത്ര തന്നെയാണ് പൗലോസിൻ്റെ ജീവിതം. റോമിലൂടെയും എഫേസൂസിലൂടെയും കൊറിന്ത്യോസിലൂടെയും തെസലോനിക്കായിലൂടെയും സൈപ്രസിലൂടെയും ഇങ്ങനെ യാത്രകളുടെ മനുഷ്യനായിരുന്നു പൗലോസ് സ്ലീഹ. 3 മിഷൻ യാത്ര പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ഇതിലെല്ലാം പൗലോസ് സ്ലീഹയുടെ ലക്ഷ്യം എന്താണ്? ദൈവത്തെ അറിയാത്തവരുടെ ഇടയിലേക്ക് ദൈവവചനത്തെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അവിടെയൊന്നും തളരാതെ ക്രിസ്തു ഭരമേൽപ്പിച്ച ദൗത്യത്തെ ശക്തവും വ്യക്തവുമായി ക്രിസ്തുവെന്ന് കേട്ടിട്ടില്ലാത്തവരുടെ അടുത്തേക്ക് കൊണ്ട് എത്തിച്ച പൗലോസ് സ്ലീഹായുടെ വലിയ ദൗത്യത്തിൻ്റെ ശക്തിയെ നമ്മളിവിടെ അറിയണം. ഏതെങ്കിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ ഭയം ഓടുന്ന ഒരു അപ്പസ്തോലനായിട്ട് പൗലോസ് സ്ലീഹയെ നമുക്ക് കാണാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ വെരി സ്പെഷ്യൽ സെലക്ഷനാണ് പൗലോസ് സ്ലീഹ. 12 അപ്പസ്തോലന്മാരുടെ ഗണത്തിലല്ലേലും അപ്പസ്തോലനായി ക്രിസ്തു ഡയറക്റ്റ് സെലക്ട് ചെയ്ത, ക്രിസ്തു തന്നെ പറഞ്ഞു കൊടുത്ത, ക്രിസ്തു തന്നെ ജീവിതം കൊണ്ട് എങ്ങനെ നീ എനിക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞ ഒരു അപ്പസ്തോലനും കൂടിയാണ്. അപ്പോൾ പൗലോസ് സ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുകയാണ്, 10-ാമത്തെ വാക്യം, ആത്മീയ സമരം എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. അതിനകത്ത് പറയുകയാണ്, അവസാനമായി 6 അധ്യായങ്ങളാണ് അതിലുള്ളത്. അവസാനമായി പറയുകയാണ്, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കുവിൻ, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. ഇവിടെ തുടങ്ങി നമുക്ക് ചിന്തിക്കാം. ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആൾക്കാർ എപ്പോഴും പറയുന്നത്, അവരുടെ ഒരു ചിന്താഗതിയാണ്, പിശാച് എന്ന് പറയുന്ന ഒന്നും ഈ ഭൂമിയിലില്ല. ഇതൊക്കെ വെറുതെ കുറച്ച് പ്രാർത്ഥനക്കാരെല്ലാം കൂടെ ഉണ്ടാക്കിയ സബ്ജക്റ്റാണ്. പിശാചിനൊന്നും ചെയ്യാൻ നമ്മളോട് പറ്റില്ല. അങ്ങനെ നിസ്സാരമായി പിശാചിനെ നമ്മൾ തള്ളണ്ട. പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആരുടെ അടുത്താണ് പിശാചിനൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ഓർക്കണം. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമാക്കി സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നവരുടെ അടുത്തേക്ക് പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിനെ പരീക്ഷിച്ചൊരു പിശാചിനെ നമ്മൾ നിസ്സാരനായി കാണണ്ട, അതേ ഉള്ളൂ. പിശാചിന് ദൈവവിശ്വാസിയുടെ അടുത്ത് ചെന്ന് ഒത്തിരി കഥയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവൻ എപ്പോഴും പരീക്ഷണമായിട്ട് വരാൻ പറ്റും. കാരണം ക്രിസ്തുവിനെ പരീക്ഷിച്ച, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പരീക്ഷിച്ച വിശുദ്ധർ പലരും പരീക്ഷിക്കപ്പെട്ട ഈ പിശാചിൻ്റെ ചില തന്ത്രങ്ങളുണ്ട്. നമുക്കറിയാം, ക്രിസ്തുവിനെ പരീക്ഷിച്ച് തന്നെ എത്ര സുന്ദരമായിട്ടാണ്, വെല്ലുവിളിയോടെ, ദൈവപുത്രനാണെങ്കിൽ നീ കല്ലപ്പമാക്ക്. അതുകൂട്ട് തന്ത്രങ്ങളായിരിക്കും പിശാച് പ്രയോഗിക്കുന്നത്. നീ ഇന്നയാളാണെങ്കിൽ നീ തെളിയിക്കും, നിനക്ക് അത്ഭുതം ചെയ്യാൻ കഴിവുണ്ടെന്നൊന്ന് തെളിയിച്ചേ. അവിടെ പലരും വീണു പോകുന്നു. പിന്നെ ചിലരോട് പറയും, ഒന്ന് കുമ്പിട്ടാൽ മതി, ഞാൻ ഈ ലോകം മുഴുവൻ അങ്ങ് തരാം. അങ്ങനെ പലരും പോയി കുമ്പിട്ട് പിശാചിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണുപോയി. അവർ പോലും അറിയാതെ ദൗത്യം മറന്നുപോയി. അവർ പോലും അറിയാതെ എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. പിശാച് വെക്കുന്ന തന്ത്രങ്ങളിൽ പെട്ടുപോകുന്നു. ഈ ആനുകാലിക സംഭവങ്ങൾ പലതും നമ്മളെടുത്താൽ നമുക്ക് ഓരോന്നിൻ്റെയും അടിസ്ഥാനം പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു കാലഘട്ടത്ത് ദൈവവചനത്തിന് ശക്തമായി സാക്ഷ്യം വഹിച്ചവർ, ദൈവം തിരഞ്ഞെടുത്തവർ പലരും പലയിടത്തും വീണുപോയ ചരിത്രം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവരിൽ നിന്ന് സമൂഹം ഇതല്ല പ്രതീക്ഷിച്ചത്, ദൈവജനം ഇതല്ല പ്രതീക്ഷിച്ചത്. ദൈവജനം നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. ദൈവ ശുശ്രൂഷ ചെയ്ത ഈ മനുഷ്യന്, ഈ ആൾക്ക് എന്തു പറ്റി? എന്തെല്ലാം വചനത്തിലൂടെ മനുഷ്യരെ നയിച്ച മനുഷ്യനാണ്, അത്ഭുതങ്ങളിലൂടെ ദൈവം ഇടപെട്ട മനുഷ്യനാണ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇത്രയേ ഉള്ളൂ കാര്യം. ക്രിസ്തുവിനെ പരീക്ഷിച്ച പിശാച് സകല സൗഭാഗ്യങ്ങളും ഇങ്ങനെ കാണിച്ചിട്ട് നിനക്കിതെല്ലാം സ്വന്തമാക്കാം എന്ന് പറഞ്ഞു. നമ്മൾ പഴയ നിയമത്തിൽ ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കോയെ കീഴ്പ്പെടുത്തിയ ജോഷുവ പ്രവാചകൻ, ജനം അവിടുന്ന് ഒന്നും എടുക്കരുതെന്ന് ദൈവം പറഞ്ഞു. പക്ഷേ ആഖാൻ എന്ന് പറഞ്ഞ ഒരാൾ പല നല്ല നല്ല സാധനങ്ങളും സ്വർണവും വെള്ളിയൊക്കെ കണ്ടപ്പം അതിൽ ആകൃഷ്ടനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് വന്ന് ഒളിച്ചു വെച്ചു. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ഈ ഒരാൾ ചെയ്ത നിഷിദ്ധ വസ്തുക്കളുടെ ശേഖരണം മൂലം ആ സമൂഹം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവൻ ആയി പട്ടണത്തിൻ്റെ മുന്നിൽ തോക്കുന്നു, ആയി നേതാക്കന്മാരുടെ മുമ്പിൽ തോക്കുന്നു.
നിസ്സാരമായി ജയിക്കാവുന്നവരുടെ മുന്നിൽ തോക്കുന്നു കാണുകയാണ്. അവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായ ജോഷുവ കരഞ്ഞ് സാഷ്ടാംഗം വീണു ദൈവസന്നിധിയിൽ. ഞങ്ങൾ എങ്ങനെ ഇങ്ങനെയായി, ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ അബദ്ധം പറ്റി. ദൈവം പറഞ്ഞു, നീ കരയാതെ എഴുന്നേക്ക്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിൻ്റെ ജനം പാപം ചെയ്തിരിക്കുന്നു, ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ സാധനം എടുത്തിരിക്കുന്നു. അങ്ങനെ ആരാണെന്ന് അന്വേഷിച്ച് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കണ്ടുപിടിക്കുകയാണ് ആഖാനാണ് ഇതെടുത്തത്. ആ ആഖാൻ അന്ന് തോറ്റെങ്കിൽ, ആ ബൈബിളിൽ പഴയ നിയമത്തിൽ അതിനെ നമ്മളൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ, ഇന്ന് ക്രിസ്തുവിനെ പരീക്ഷിച്ച പിശാച് ദൈവ ശുശ്രൂഷകരെയൊക്കെ എവിടെ കൊണ്ട് കുടുക്കിയിടാമെന്ന് ചിന്തിച്ചുകൊണ്ട് പല വാഗ്ദാനങ്ങളുടെയും പല നല്ല ഭംഗിയുള്ള കാര്യങ്ങളുടെയും ഇടയിലേക്ക് നയിക്കുകയാണ്. കണ്ണുകൾക്ക് മനോഹരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ശേഖരിച്ച് വെച്ചാൽ എനിക്ക് ഭയങ്കര ഉപകാരമാണെന്ന് ഓർക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ലതാനും. അവസാനം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നും നേടിയില്ല. വിശ്വസ്തയോടുകൂടി മരണം വരെ പറ്റുന്നതുപോലെ ശുശ്രൂഷ ചെയ്തിരുന്നെങ്കിൽ സമൂഹത്തിന് എതിർസാക്ഷ്യമാകാതെ മാറിയിരുന്നതിനെയും സഭയ്ക്കെന്നും അനുഗ്രഹമായി മാറിയിരുന്നതിനെയും അടുത്ത തലമുറയ്ക്കൊരു പ്രചോദനമായി മാറിയിരുന്നതിനെയും എന്ത് നേടി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നീ നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നിന്ന് ഇതിനെല്ലാം ജയിക്കാമെന്ന് ഓർക്കണ്ട. എപ്പോഴും ഫൈറ്റ് ചെയ്യുന്ന ഒരു ശക്തി നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നീ യുദ്ധത്തിലാണെന്ന് ഓർക്കണം. എല്ലാവരും ഓർത്തേക്കുന്ന യുദ്ധമെല്ലാം കഴിഞ്ഞ് ക്രിസ്തു മരിച്ചു ഉയർത്തു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇനി യുദ്ധമൊന്നുമില്ല. അല്ല, ക്രിസ്തു മരിച്ചു ഉയർത്തു, നമ്മളെയും ഉയർപ്പിക്കും, നിത്യജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സമരങ്ങളും യുദ്ധങ്ങളും നടന്നുകൊണ്ടായിരിക്കണേ. ആരുടെ? പിശാചിൻ്റെ. പിശാചാണ് നമ്മുടെ ശത്രു. ആ പിശാച് ഓരോ വ്യക്തിയിലൂടെയോ അല്ലെ സംഭവത്തിലൂടെയോ ആകർഷിക്കും നമ്മളെ. അവിടെ നമ്മൾ ആയുധങ്ങളില്ലാതെ യുദ്ധം ചെയ്യാൻ പോകണ്ടെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞ. ആയുധമില്ല, തോറ്റുപോകും. കാരണം യുദ്ധം ചെയ്യുന്ന ആളുടെ ആയുധമുണ്ട്. വടിവാൾ വെച്ച് നമുക്കിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തല താഴെ പോവും. അതിനാണ് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം. നമുക്കിതൊന്ന് ഓരോന്നോരോന്നായി മനസ്സിലാക്കാം. നിങ്ങൾ ആത്മാവിൻ്റെ ആയുധങ്ങൾ ധരിക്കുവിൻ, എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നിട്ട് ഓരോന്ന് പറയുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണത്? എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയായിട്ടാണ് പടവെട്ടുന്നത്. ഇവിടെയൊക്കെ വലിയ വ്യാഖ്യാനം ആവശ്യമുള്ള വിഷയമാണ്. സ്വർഗീയ ഇടങ്ങളിൽ ദുരാത്മാക്കളുണ്ടോ? ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തേക്കും. അത് പിശാചിനും സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. അന്തിമ വിധി വരെ, യേശു രണ്ടാമത് വരുന്നത് വരെ ഈ സ്വാതന്ത്ര്യം എല്ലാവരും ഉപയോഗിക്കും. പിശാച് കിട്ടാവുന്നിടത്തോളം ആത്മാക്കളെ നേടാൻ വേണ്ടി അലറി നടക്കും. കിട്ടുന്നവരെയൊക്കെ ഇങ്ങനെ ശേഖരിക്കാൻ വേണ്ടി പിശാച് നടക്കും. മനുഷ്യൻ അവൻ്റെ ദൈവം നൽകിയിരിക്കുന്ന മനഃസാക്ഷിയും ബുദ്ധിയും വിവേകവും പരിശുദ്ധാത്മ പ്രവർത്തനവും തിരിച്ചറിയാതെ അവന് ഇഷ്ടമുള്ളിടത്തൂടെ പോയി അവനും ചെയ്യാവുന്ന പാപങ്ങളിലൂടെ എല്ലാം മുഴുകി നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ക്രിസ്തു അപ്പൻ ആരാണെന്ന് മനസ്സിലാകുന്നത്, പിതാവായ ദൈവം ആരാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ക്രിസ്തു തന്നെ പറഞ്ഞേ, സ്വർഗസ്ഥനായ പിതാവിനെ അബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. അതെന്നാന്ന് പലരും കേട്ടിട്ട് പോലുമില്ല. എത്രയോ ധ്യാന സമയങ്ങളിൽ പല ടീമുകളോടും സംസാരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് യാതൊരു ബോധ്യങ്ങളൊന്നും അവർക്കില്ല. കത്തോലിക്ക സഭയുടെ സ്ഥാപനം പരിശുദ്ധാത്മാവാകുന്ന അടിത്തറമേലാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ്. അത് മനസ്സിലാക്കാൻ പോലും നമ്മളെക്കൊണ്ട് പറ്റിയിട്ടില്ല പലർക്കും. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമുക്ക് വേണ്ടി ഓരോ നിമിഷവും ജ്ഞാനം നൽകി വിവേകം നൽകി നമ്മളെ ഈ യുദ്ധഭൂമിയിൽ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ ആയുധങ്ങൾ ധരിക്കാനാണ് പറഞ്ഞേ. ആത്മാവിൻ്റെ ആയുധങ്ങൾ അതെന്തൊക്കെയാണ്? ആത്മാവിൻ്റെ ആയുധങ്ങൾ ഇനി എന്താണ്? അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തൊക്കെയാണത്? തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കാൻ, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ. ഇത് രണ്ടും രണ്ട് ഗുഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഒന്ന്, തിന്മയോട് ചെറുക്കണം. 2, ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റണം. നമുക്ക് ആത്മീയ വരങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ ആത്മീയ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ തോറ്റ് ഏൽപ്പിച്ച ദൗത്യം ചെയ്യാതെ മടങ്ങിപ്പോകേണ്ടി വരും. അല്ലെങ്കിൽ തിന്മ നമ്മളെ കീഴ്പ്പെടുത്തും. അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സത്യം കൊണ്ടൊരു നല്ല ബെൽറ്റ് കെട്ടണം യുദ്ധത്തിനൊക്കെ പോകുമ്പം, അല്ലെങ്കിൽ നമുക്ക് അപകടമുണ്ടാകും.
വീണാലൊക്കെ നമുക്ക് വലിയ ദുരന്തം ഉണ്ടാവും. അപ്പം നല്ല ബലമുള്ള ഒരു ബെൽറ്റ്, അത് സത്യമായിരിക്കണം. ഇന്ന് ആ ബെൽറ്റ് പലരിലും കാണാനില്ല. സത്യമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലാകാത്ത അവസ്ഥയായി. പിശാചിന് ദൈവം കൊടുത്ത ഡെഫിനിഷനാണ്, ക്രിസ്തു കൊടുത്ത ഡെഫിനിഷനാണ്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. പലരും ചിന്തിച്ചും പ്രവർത്തിച്ചും വരുമ്പോൾ വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും പറയുന്ന അതിഭയാനകമായ നുണകളും പിശാചിനെ കൂട്ടുപിടുത്തങ്ങളും കാരണം സത്യത്തിൻ്റെ മുഖം വികൃതമായി മാറി. സത്യം നഷ്ടപ്പെടുന്നു. അതെല്ലാ മേഖലകളിൽ നിന്നും ദൂരെയായിക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യസന്ധരായ മനുഷ്യരെ കാണാൻ വളരെ വിരളമാകുന്നു. അത് രാഷ്ട്രീയ തലത്തിലും സാമൂഹ്യ തലത്തിലും നീതിന്യായ വ്യവസ്ഥകളിലൊക്കെ സത്യത്തിൻ്റെ അംശം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ക്രിസ്തു വിശ്വാസികളായ നമ്മൾ പൗലോസ്ലീഹായുടെ വാക്കിനേക്കാളും വലുതായിട്ട് ഈ ഭൂമിയിലെ മറ്റു വാക്കുകളെ ഒന്നും എടുക്കണ്ട. സത്യം കൊണ്ട് ഒരു ബെൽറ്റ് ഇടണം, അരമുറുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീതി കൊണ്ടൊരു കവചം ധരിക്കണം. എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കവചം, അത് നീതിയായിരിക്കണം. പല പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാചക പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീതി നഷ്ടമായിരിക്കുന്നു എന്ന് വിലപിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ പറ്റും. ആമോസ് പ്രവാചകനും മലാക്കി പ്രവാചകനും ഒക്കെ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഹോസിയായി ഒക്കെ. നീതി നഷ്ടമായിരിക്കുന്നു. നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നവന് അർഹിക്കപ്പെടുന്നത് കൊടുക്കുന്നതാണ്. പക്ഷേ ക്രിസ്തീയ നീതി എന്ന് പറയുന്നത് അർഹിക്കാത്തവന് പോലും നന്മ ചെയ്യുന്നതാണ്. അതാണ് ക്രിസ്തു നമ്മളോട് കാണിച്ച നീതി. അപ്പോൾ നീതി എവിടം വരെ ഇപ്പോൾ ഉണ്ട്? നീതിയുടെ ഒരു കവചം നമ്മളിലുണ്ടോ? എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കും ഇങ്ങനെ ചെയ്യാം. അതൊരു ക്രിസ്ത്യാനിക്ക് പറ്റിയ ദൗത്യമല്ല. ക്രിസ്ത്യാനിക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. അത് നീതി ബോധത്തോടെ ആയിരിക്കണം. നീതി നമുക്കൊരു കവചമായിരിക്കണം എന്ന് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്. പൗലോസ്ലീഹ എഫേസൂസുകാർക്ക് എഴുതുന്ന ലേഖനം എന്ന് കരുതി നമ്മളിത് എഫേസൂസുകാരോട് മാത്രം പറഞ്ഞതായിട്ട് ഓർക്കണ്ട. ഇങ്ങനത്തെ സാർവത്രികമായ ഒരു ലേഖന സ്വഭാവം ഇവിടെ നമുക്കുണ്ട്. എല്ലാവർക്കും ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം. എന്നാൽ ചില പ്രത്യേക ലേഖനങ്ങളിലെ ചില പ്രത്യേക വചനങ്ങളൊക്കെ ആ പ്രദേശത്തിന് വേണ്ടി തന്നെ ഉള്ളതുമാണ്. എന്നാൽ ഇതൊരു സാർവത്രിക സ്വഭാവമുള്ള അധ്യായവും അതിൻ്റെ അകത്തെ സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് ഓരോ വചനങ്ങളും. അതെന്നും ക്രിസ്തു വരുന്നിടം വരെ ഈ വചനത്തിന് അർത്ഥവുമുണ്ട്. ഒരു പ്രത്യേക സമൂഹത്തോട് പറഞ്ഞേക്കുന്നതല്ല, ഒരു വ്യക്തിയോട് പറഞ്ഞേക്കുന്നതല്ല. ഇതെല്ലാവരോടും വേണ്ടി പറയുകയാണ്. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടണ്ട. പലരും അങ്ങനെയാണ്. അങ്ങോട്ടൊരു 10 പേർ ഒന്നിച്ച് ചേർന്നാൽ അങ്ങോട്ട് കൂടും, ഇങ്ങോട്ടൊരു 10 പേർ ഒന്നിച്ച് ചേർന്നാൽ ഇങ്ങോട്ട് കൂടും. ഒരു ഉറപ്പില്ല ഒന്നിനും. പറയുന്ന വാക്കുകൾക്ക് ഉറപ്പില്ല, വിശ്വാസത്തിന് ഉറപ്പില്ല. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എവിടെയൊക്കെയോ ചിന്തിച്ചു പോവുകയാണ്. ബലമായി നിൽക്കണമെങ്കിൽ സത്യവും നീതിയും കൊണ്ട് നമ്മുടെ കവചവും ഒരു ബെൽറ്റും നമുക്കുണ്ടാകണം. അടുത്തത്, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. അതായത് സുവിശേഷം കൊണ്ടൊരു പാദരക്ഷ, വചനത്തിൻ്റെ ഒരു പാദരക്ഷ. സുവിശേഷം പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ എത്രയോ സുന്ദരം. ദൈവവചനത്തിൻ്റെ യാത്രയിൽ പാദങ്ങളെ ചലിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പാദങ്ങൾ ചലിക്കേണ്ടത് വചനത്തോടൊപ്പമായിരിക്കണം. അതറിയാൻ മേലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. വചനത്തെപ്പറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ വചനത്തെപ്പറ്റി എത്രയധികം നമുക്ക് അറിവുണ്ട് എന്നും കൂടെ നമ്മൾ ഓർക്കണം. ദൈവവചനവുമായിട്ട് നമുക്ക് എന്ത് ബന്ധമുണ്ട്? പല സമൂഹത്തിലും പല ധ്യാന സമയത്തും ഒക്കെ ചോദിക്കുമ്പോൾ ദൈവവചനവുമായിട്ടുള്ള ബന്ധം, യേശു ഏത് ഗോത്രത്തിലാണ് ഈശോ ജനിച്ചതെന്ന് പോലും അറിയാവുന്നത് വളരെ ചുരുക്കമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി അനേക ഹിസ്റ്ററികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ചരിത്രമടങ്ങിയിരിക്കുന്ന ഈ ബൈബിളിനെ, ദൈവം ആരാണെന്ന് പറഞ്ഞു തരുന്ന ഒരു ബൈബിളിനെ ഒന്ന് മനസ്സിലാക്കാൻ, ഈ സുവിശേഷത്തിലൂടെ ദൈവം എന്താണ് പറഞ്ഞു തരുന്നതെന്നൊന്ന് മനസ്സിലാക്കാൻ, അതിനുശേഷം സുവിശേഷത്തിൻ്റെ ശക്തി സ്വീകരിച്ച അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു എന്നൊന്ന് മനസ്സിലാക്കാൻ പുതിയ നിയമം വായിക്കുമ്പോൾ ഇതെല്ലാം പിടികിട്ടും. ദൈവവചനം നമുക്ക് വഴികാട്ടിയായിട്ട് നടക്കണം. നമ്മൾ പോകേണ്ടത് വചനത്തെ ഫോളോ ചെയ്താണ്. അതിൻ്റെ ഒരു അടിസ്ഥാനമില്ലാത്തതിൻ്റെ പേരിലാണ് ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിവേചിച്ചറിയാൻ പറ്റുന്നില്ല, ഇത് ശരിയാണോ തെറ്റാണോ, ഈ ആൾ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ ഇല്ലയോ. അതുകൊണ്ട് പലരും അബദ്ധങ്ങളിൽ പെടുന്നതും വചനത്തിൻ്റെ അറിവ് കുറവുകൊണ്ടാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ദൈവവചനമാകുന്ന പാദരക്ഷകൾ നിങ്ങൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ.
പാദരക്ഷയും വാളും ഒക്കെ ആയിട്ട് വചനത്തെ വെക്കണമെന്ന് പറയുക ഇവിടെ. എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച, വിശ്വാസം കൊണ്ട് പരിച. വിശ്വാസമാണ് ഇന്ന് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്രിസ്തുവും പറഞ്ഞു, ഞാൻ രണ്ടാമത് വരുമ്പോൾ വിശ്വാസമുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടേണ്ടി വരും. അനേകരുടെ വിശ്വാസം തകർന്ന് തരിപ്പണമാകുകയാണ്. പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ മീഡിയയിലൂടെ പല പ്രശ്നങ്ങൾ കാണുന്നു. വിശ്വാസത്തെ കുറപ്പിക്കുകയാണ് പിശാചിൻ്റെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പണി. പക്ഷേ പൗലോസ്ലീഹ പറയുകയാണ്, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച. ഈ പിശാചിനോട് നേരിടണമെങ്കിൽ വിശ്വാസം കൊണ്ടാണ് നമ്മൾ സംരക്ഷണത്തിൻ്റെ പരിച തീർക്കേണ്ടത്. രക്ഷയുടെ പടത്തൊപ്പി, ദൈവവചനമാകുന്ന വാള്. രക്ഷയായ കൊണ്ടൊരു പടത്തൊപ്പി. അതുകൊണ്ടാണ് ഞാനിത് ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എപ്പോഴും ഓർക്കും. ദാവീദ് രാജാവ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പോയ സമയത്ത്, ദാവീദ് കൊച്ച് മനുഷ്യനാണ്. ഗോലിയാത്ത് 8 അടിയോ 10 അടിയോ പൊക്കമുള്ള മനുഷ്യനും ദാവീദ് 5 അടി പൊക്കമുള്ള മനുഷ്യനുമാണെന്ന് കരുതിക്കോളൂ. യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഭയന്ന് ഓടുന്ന ഗോലിയാത്തിൻ്റെ മുന്നിലേക്ക് കൊച്ചു ബാലനായ ദാവീദ് പോവുക, കല്ലുമൊക്കെ പിടിച്ചുകൊണ്ടിട്ട്. അപ്പോൾ ദാവീദിനെ എന്ത് ചെയ്ത്, ഈ ഡ്രസ്സെല്ലാം ഇടിയിപ്പിച്ചു, പടത്തൊപ്പിയും ബെൽറ്റും ഒക്കെ ഇടിയിപ്പിച്ച്, രാജകീയ രക്ഷാ കവചങ്ങളൊക്കെ കൊടുത്തു. ദാവീദിന് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നടക്കാൻ അറിയത്തില്ല. ദാവീദ് അവിടെ പറഞ്ഞു, ദൈവമാണെൻ്റെ രക്ഷ, ദൈവമാണെൻ്റെ പടത്തൊപ്പി, ദൈവമാണെൻ്റെ പടച്ചട്ട, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ഗോലിയാത്തിനെ ദൈവം എനിക്ക് ഏൽപ്പിച്ചു തരും. ആ വിശ്വാസമാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. എൻ്റെ കഴിവ് കൊണ്ടുള്ള ഒരു തൊപ്പിയും വെച്ചുകൊണ്ടല്ല ഞാൻ യുദ്ധത്തിന് പോകേണ്ടത്, രക്ഷയുടെ തൊപ്പി. ഇത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇതിനെ വെച്ച് നല്ലൊരു ഗാനം, ഒരു സിമ്പിൾ ട്യൂണിൽ പള്ളിക്കുന്നേലച്ചന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ദൈവമാണൻ അഭിമാനം, ദൈവമാണൻ പടച്ചട്ട, ദൈവമാണൻ പടത്തൊപ്പി, ദൈവമാണൻ രക്ഷകൻ. അങ്ങനെ ഒരു ആർക്കും പാടാവുന്ന സിമ്പിൾ ട്യൂണിൽ ഞാൻ ഓർക്കുക. ദൈവമാണെൻ്റെ പരിച, അങ്ങനെ തന്നെ ആ വാക്കുകളെല്ലാം ചേർത്ത്. അതേ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ആയുധങ്ങളെയൊക്കെ ഒന്ന് നമ്മളെടുത്ത് ധരിച്ചാൽ മതി. വിശ്വാസം നമുക്ക് വേണം, പ്രത്യാശ നമുക്ക് വേണം, രക്ഷയുടെ തൊപ്പി നമ്മൾ വെക്കണം, രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിക്കണം, വചനത്തിൻ്റെ വാളെടുക്കണം. അത് ഇരുതല വാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് മുറിക്കും. ആ വചനമാകുന്ന വാളൊക്കെ ഇന്ന് കയ്യിലെടുക്കാൻ നമ്മൾ പഠിക്കണം. സത്യം നമ്മുടെ ജീവിതത്തെ നയിക്കണം, നീതിബോധം നമ്മുടെ ജീവിതത്തെ നയിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദുഷ്ടൻ വിടുന്ന കൂരമ്പുകളെ നേരിടാൻ നമുക്ക് പറ്റും, ഏൽപ്പിച്ച ദൗത്യങ്ങളെ ഭംഗിയായി നിർവഹിക്കാനും പറ്റും. ഇത് രണ്ടിനും വേണ്ടിയാണ് ഇത് ചെയ്യണമെന്ന് പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരുന്നത്. പിന്നീട് പറയുകയാണ്, നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. 18-ാം വാക്യം, 6-ാം അധ്യായം 18-ാം വാക്യം. എല്ലാ സമയത്തും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. എൻ്റെ കടമയ്ക്കൊത്ത് ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയെല്ലാം നമ്മൾ ഓർക്കുക, സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന പല സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. ചിലർ വചനപ്രഘോഷണത്തിലൂടെയാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ ഗാനങ്ങളിലൂടെയാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ മിഷൻ പ്രവർത്തനങ്ങളിലൂടെയാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ അനാഥരെയും അശരണരെയും സംരക്ഷിച്ചുകൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്, ചിലർ തനിക്ക് കിട്ടിയ സമ്പത്തൊക്കെ മറ്റുള്ളവർക്ക് സഹായം നൽകിക്കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു ശരീരത്തിലെ പല അവയവങ്ങൾ എങ്ങനെയെല്ലാം അതിൻ്റെ ഓരോ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ടോ അതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ മക്കൾ ഓരോന്നും ചെയ്യുന്നത്. എല്ലാവരും വചനം പറയുമല്ല, എല്ലാവരും പ്രാർത്ഥിച്ച് ഇരിക്കുകയല്ല, എല്ലാവരും അനാഥരെ നോക്കുകയല്ല, പക്ഷേ ഇതെല്ലാവരും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ്. അപ്പോൾ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയും, അടുക്കള മുതൽ അൾത്താര വരെയുള്ള എല്ലാ മേഖലകളെയും നമ്മൾ ഓർക്കണം. അനേകർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അടുക്കളയിലുള്ള നിശബ്ദരായ കുറച്ച് മനുഷ്യരുണ്ട്. ഒരു ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് എപ്പോഴും 5000 പേരും 10,000 പേരൊക്കെ നടക്കുന്ന കൺവെൻഷനുകളിൽ രാവും പകലും ഇല്ലാതെ ഇവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്ന ഒത്തിരി പേര് അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരവരെ കണ്ടു? പക്ഷേ അവർ ഉണ്ണാതെ ഉറങ്ങാതെ ആയിരിക്കും ചിലപ്പോൾ ഈ ഭക്ഷണം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയെല്ലാം എന്തെല്ലാം കാര്യം, ഒരു ഗ്ലാസ് പച്ചവെള്ളം യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി
ആരൊക്കെ എന്തൊക്കെ ദൗത്യങ്ങൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ, ആരാണേലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപയും ആത്മാവിൻ്റെ ആയുധങ്ങളും അവർക്ക് ചുറ്റുമുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാം ആയിരിക്കണം നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ. അപ്പോൾ ആത്മാവിൻ്റെ സർവ്വ ആയുധങ്ങളും എടുത്ത് നമുക്ക് ധരിക്കാം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച്, വിശ്വാസത്തിൻ്റെ പരിചയെടുത്ത്, രക്ഷയുടെ പടത്തൊപ്പിയെടുത്ത്, വചനമാകുന്ന വാളെടുത്തുകൊണ്ട്, യുദ്ധം ചെയ്യേണ്ടിടത്ത് യുദ്ധം ചെയ്തുകൊണ്ട്, പിശാചിനെ തോൽപ്പിക്കേണ്ടിടത്ത് തോൽപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി കൃപ നൽകുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. പിന്നെ തുടരുകയാണ്, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കണ്ട, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചറിവിൻ, തിന്മയെ ദൂരെ അകറ്റുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ. ഇതെല്ലാം നമുക്ക് നൽകുന്ന വലിയ വലിയ പാഠങ്ങളാണ്, ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ആശയങ്ങളാണ്. അതിനെല്ലാം വേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവാം ദൈവത്തിൻ വാഗ്ദാനമാം പാവന റൂഹായേ വരണേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും ദാസരിൽ സെഹിയോനിലെന്ന പോൽ വരണേ. അഗ്നിനാളങ്ങൾ പോലുള്ള നാവുകൾ ഞങ്ങളിൽ കത്തിജ്വലിച്ചിടട്ടെ. വരദാന ഫലങ്ങളിൽ നിറഞ്ഞു നിരന്തരം നിന്നാമം സ്തുതിച്ചിടട്ടെ. പിതാവാം ദൈവത്തിൻ വാഗ്ദാനമാം പാവന റൂഹായേ വരണേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും ദാസരിൽ സെഹിയോനിലെന്ന പോൽ വരണേ. സഭയിലെ സ്നേഹ ചൈതന്യം ഈ സമൂഹത്തിൽ നിറയ്ക്കണമേ. ആദിമസഭയിലെ സ്നേഹ ചൈതന്യം ഈ സമൂഹത്തിൽ നിറയ്ക്കണമേ. സുവിശേഷമേകാൻ സുവിശേഷമാകാൻ കൃപയേകി അനുദിനം നടത്തേണമേ. സുവിശേഷമേകാൻ സുവിശേഷമാകാൻ കൃപയേകി അനുദിനം നടത്തേണമേ. പിതാവാം ദൈവത്തിൻ വാഗ്ദാനമാം പാവന റൂഹായേ വരണേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും ദാസരിൽ സെഹിയോനിലെന്ന പോൽ വരണേ.
മുറിവുണക്കിടുന്ന ദിവ്യതൈലം അശുദ്ധിയെ കഴുകിടും ജീവജലം. മുറിവുണക്കിടുന്ന ദിവ്യതൈലം അശുദ്ധിയെ കഴുകിടും ജീവജലം. മാനസാന്തരത്തിൻ്റെ ഫലങ്ങളേവം ആദിമസഭ പോൽ നൽകിടണേ. മാനസാന്തരത്തിൻ്റെ ഫലങ്ങളേവം ആദിമസഭ പോൽ നൽകിടണേ. പിതാവാം ദൈവത്തിൻ വാഗ്ദാനമാം പാവന റൂഹായേ വരണേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും ദാസരിൽ സെഹിയോനിലെന്ന പോൽ വരണേ. അഗ്നിനാളങ്ങൾ പോലുള്ള നാവുകൾ ഞങ്ങളിൽ കത്തിജ്വലിച്ചിടട്ടെ. വരദാന ഫലങ്ങളിൽ നിറഞ്ഞു നിരന്തരം നിന്നാമം സ്തുതിച്ചിടട്ടെ. പിതാവാം ദൈവത്തിൻ വാഗ്ദാനമാ പാവന റൂഹായേ വരണേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും ദാസരിൽ സെഹിയോനിലെന്ന പോൽ വരണേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളങ്ങളായി